Hello dear students. Next we are going to learn the first theorem from the second module. Theorem 2.1, which states that a given connected graph is an Euler graph if and only if all vertices are of G are of even degree. A given connected graph G is an Euler graph if and only if all vertices of G are of even degree. ഒരു കണക്റ്റഡ് ഗ്രാഫിനെ ഊളർ ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ എല്ലാ വേർട്ടിസസിൻ്റെയും ഡിഗ്രി ഈവൻ ആയിരിക്കണം. ഓക്കെ, സോ ഗോയിങ് ടു പ്രൂഫ്. സപ്പോസ് വി ഹാവ് എ ഗ്രാഫ് ജി ആൻഡ് ഇറ്റ്സ് എൻ ഊളർ ഗ്രാഫ്. ഓക്കെ, നമ്മുടെ അസ്യൂം വി ആർ ഗിവൻ വിത്ത് എ ഗ്രാഫ്. നമ്മുടെ കയ്യിലൊരു ഗ്രാഫുണ്ട്, അതൊരു ഊളർ ഗ്രാഫാണ്. ഊളർ ഗ്രാഫ് മീൻസ്, ഊളർ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എ ക്ലോസ്ഡ് വാക്ക് in which it contain all the edges exactly once, and that is called an Euler line. A graph which consists of an Euler line is called an Euler graph. Okay, so Euler graph ഒരു Euler line കാണും. Euler line means അതൊരു ക്ലോസ്ഡ് വാക്ക് ആയിരിക്കും, അതിലെല്ലാ എഡ്ജസും ടച്ച് ചെയ്യുന്നുണ്ട് എക്സാക്ട്ലി വൺസ്. സോ നമ്മളെ കയ്യിൽ ഊളർ ഗ്രാഫിൽ ഊളർ ലൈൻ ഉണ്ട്, ദാറ്റ് ഇസ് എ ക്ലോസ്ഡ് വാക്ക് ഉണ്ട്. വൈൽ ട്രേസിങ് ഓർ വൈൽ മൂവിങ് ത്രൂ ദിസ് വാക്ക് we observe that every time the walk meets a vertex V, it goes through two new edges incident on V. That is, the one vertex we entered into the vertex V, the one edge we entered into the vertex V, and the other edge we exited from the vertex through that edge. Okay, for example, suppose this is a graph. It consisting of vertex V1, V2 and V3, edge E1, E2 and E3. So, നമ്മളൊരു ക്ലോസ്ഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഊളർ ലൈൻ എഴുതാൻ പോവുകയാണ്. V1, E1, V2, E2, V3, E3, V1. ഓക്കെ, സോ ഇതിൽ നമ്മളൊരു, അതായത് ഈ ഊളർ ലൈനിലൂടെ നമ്മൾ പാസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൈനിലൂടെ പാസ് ചെയ്തപ്പോൾ നമ്മളൊരു വേർട്ടെക്സിൽ ടച്ച് ചെയ്തു, മീറ്റ് ചെയ്തു. സപ്പോസ് V2ൽ മീറ്റ് ചെയ്തപ്പോൾ ടു ന്യൂ എഡ്ജസ് എന്ന് പറയാൻ കാരണം ഇവിടെ ഓരോ എഡ്ജും എക്സാക്ട്ലി വൺ ടൈം മാത്രമേ നമ്മൾ ടച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വേർട്ടെക്സിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ ഫോളോയിങ് ആയിട്ടും അതിനെ പ്രിസീഡിങ് ആയിട്ടും അതിൻ്റെ ഫ്രണ്ടിലും അതിൻ്റെ ബാക്കിലും രണ്ട് എഡ്ജസ് കാണും. എല്ലാ എഡ്ജസും ഒരു തവണ മാത്രം ടച്ച് ചെയ്യുന്നത് കൊണ്ട് ദ എഡ്ജസ് വിച്ച് ഇൻസിഡൻറ്റ് ഓൺ എ പെർട്ടിക്കുലർ വേർട്ടെക്സ് വിൽ ബി ന്യൂ വൺസ്. ഓക്കെ, രണ്ട് ന്യൂ എഡ്ജസ് ആയിരിക്കും. സോ നമ്മളിവിടെ V2 കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് എഡ്ജസ് എന്ന് പറഞ്ഞാൽ E1 ആൻഡ് E2 എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂ എഡ്ജസ്. ഓക്കെ, ഹിയർ വി എൻറ്റേർഡ് ദ വേർട്ടെക്സ് using one edge and we exited from the vertex using another edge. For example, ഇവിടെ നമ്മൾ V2ലോട്ട് എൻട്രി ചെയ്യുന്നത് E1 എന്ന് പറയുന്ന എഡ്ജ് വഴിയും V2ൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് E2 എന്ന് പറഞ്ഞ എഡ്ജ് വഴിയുമാണ്. ഓക്കെ, ഇനി നമ്മൾ V3 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തായിരിക്കും? V3 കൺസിഡർ ചെയ്യുമ്പോഴും അവിടെയും രണ്ട് എഡ്ജസ് വരുന്നുണ്ട്, E2 ആൻഡ് E3. ഓക്കെ, അപ്പോൾ അവിടെ E2 എന്ന് പറയുന്നത് E2ലൂടെ നമ്മൾ എൻട്രി ചെയ്യുന്നു ഇൻറ്റു V1, ദെൻ E3ലൂടെ വി എക്സിറ്റഡ് ഫ്രം V3. Okay, and this is not only the case for all intermediate vertices. Intermediate verticesൻ്റെ മാത്രം കേസല്ല, ടെർമിനൽ വേർട്ടിസസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും, അതായത് ഇവിടുത്തെ ടെർമിനൽ വേർട്ടിസസ് എന്ന് പറയുന്നത് V1, ക്ലോസിങ് വേർട്ടെക്സും V1 ആണ്, സ്റ്റാർട്ടിങ് വേർട്ടെക്സും V1 ആണ്. അപ്പോൾ ഇവിടെ ബിഗിൻ ചെയ്യുമ്പോൾ V1ൽ നിന്ന് നമ്മൾ ബിഗിൻ ചെയ്യുമ്പോൾ വി എക്സിറ്റഡ് ഫ്രം V1 ത്രൂ ആൻ എഡ്ജ് E1, ദെൻ V2ൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴും വി എൻറ്റേർഡ് ഇൻറ്റു V1 ത്രൂ അനദർ എഡ്ജ് E3. അപ്പോൾ നമ്മൾ ഏത് വേർട്ടെക്സ്, ഇൻ്റർമീഡിയറ്റ് വേർട്ടെക്സ് ആയാലും ടെർമിനൽ വേർട്ടെക്സ് ആയാലും അതുമായിട്ട് ടച്ച് ചെയ്ത്, ഇപ്പോൾ V2 എടുക്കുമ്പോൾ രണ്ട് വേർട്ടിസസ് ഉണ്ട്, ഇവിടെ V3 എടുക്കുമ്പോൾ രണ്ട് വേർട്ടിസസ് ഉണ്ട്, V1 എടുക്കുമ്പോഴും V1 എടുക്കുമ്പോഴും രണ്ട് എഡ്ജസ് ഉണ്ട്, V2 എടുക്കുമ്പോൾ രണ്ട് എഡ്ജസ് ഉണ്ട്, V3 എടുക്കുമ്പോഴും രണ്ട് എഡ്ജസ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് എഡ്ജസ് കാണും. ഇൻ്റർമീഡിയറ്റ് ആയാലും അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് എഡ്ജസ് കാണും. ടെർമിനൽ വേർട്ടിസസ് ആയാലും അത് എൻട്രി ആ വേർട്ടെക്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന എഡ്ജും കാണും, ആ വേർട്ടെക്സിലോട്ട് എൻട്രി ചെയ്യുന്ന എഡ്ജസും കാണും. ഏത് വേർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ട് എഡ്ജസ് അവിടെ കാണും. ദാറ്റ് മീൻസ്
ഇപ്പോൾ ഏത് വേർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 എഡ്ജസ് കാണും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൻ ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മളൊരു വേർട്ടെക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആ വേർട്ടെക്സിലോട്ട് എൻട്രി ചെയ്യാനൊരു എഡ്ജ് കാണും, എക്സിറ്റ് ചെയ്യാനൊരു എഡ്ജ് കാണും. സോ സപ്പോസ് അനദർ Euler graph. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു Euler ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഫസ്റ്റ് ഇവിടെ റീച്ച് ചെയ്തു. ദെൻ ഗോയിങ് ടു ദിസ് വേ, 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 അഗെയിൻ ദിസ് വേ, ദിസ് വേ, ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഇവിടെ എല്ലാ എഡ്ജസ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേർട്ടിസസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ നമ്മൾ ഈ ഒരു വേർട്ടെക്സിനെ കൺസിഡർ ചെയ്തപ്പോൾ, അതായത് ഒന്നുകൂടെ വരയ്ക്കാം. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ഈ ഒരു വേർട്ടെക്സിനെ കൺസിഡർ ചെയ്തപ്പോൾ ഈ 2 എഡ്ജസ് ആയിരുന്നു. ഓക്കെ, ദെൻ എഗെയിൻ നമ്മൾ വീണ്ടും പാസ് ചെയ്ത് ഇവിടെ വരുന്ന കേസിൽ, അതായത് ഈ വേർട്ടെക്സ് നോക്കിക്കോണേ, നമ്മൾ ഈ ഒരു പാത്തിലൂടെ ഇങ്ങനെ പോയി വീണ്ടും നമ്മൾ ഈ ഒരു വേർട്ടെക്സിൽ വന്നത് വീണ്ടും 2 ന്യൂ എഡ്ജസ് ആയിരുന്നു. ആ വേർട്ടെക്സ് നമ്മളത് ഓരോ ടൈം ആ വേർട്ടെക്സ് ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ടൈം ഒരു പർട്ടിക്കുലർ വേർട്ടെക്സ് ടച്ച് ചെയ്യുമ്പോഴും 2 ന്യൂ എഡ്ജസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയാലും ഒരു വേർട്ടെക്സ് എടുത്ത് നോക്കുമ്പോൾ അതിലോട്ട് വരുന്നതിനും അതിൽ നിന്ന് പോകുന്നതിനും ഒരു എഡ്ജ് കാണും. അപ്പോൾ ആ എഡ്ജസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു ഈവൻ വാല്യൂ മാത്രമേ വരൂ. ചിലപ്പോൾ അത് 2 ആയിരിക്കും. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ എഡ്ജ് എടുത്ത് നോക്കുമ്പോൾ ഈ വേർട്ടെക്സ് എടുത്ത് നോക്കുമ്പോൾ ഈ എഡ്ജ്, ഈ വേർട്ടെക്സ് എടുത്ത് നോക്കുമ്പോൾ ഈ എഡ്ജ്. അപ്പോൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് വേർട്ടെക്സ്, ഈ വേർട്ടെക്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടൈം 2 എഡ്ജസ് വന്നു, വീണ്ടും അതിനെ മീറ്റ് ചെയ്തു, വീണ്ടും അത് 2 എഡ്ജസ് വന്നു. അപ്പോൾ അവിടുത്തെ ഡിഗ്രി 2 ആയി. അപ്പോൾ എല്ലാ വേർട്ടിസസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഈവൻ ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് Euler ഗ്രാഫ്. ഓക്കെ, സോ G is an Euler graph means all vertices are of even degree. മനസ്സിലായോ? സോ ഒന്നും കൂടെ പറയാം. G is an Euler graph. That means it contains an Euler line that is a closed walk, and while passing through this walk, observe that every time it meets a particular vertex, ഓരോ തവണ ഒരു പർട്ടിക്കുലർ വേർട്ടെക്സിൽ മീറ്റ് ചെയ്യുമ്പോഴും it goes through 2 new edges, and through the one edge we entered into the vertex, and through the other edge we exited from the vertex. And this is true not only in the case of intermediate vertex but also in the case of terminal vertex. Terminal vertex എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഒരു എഡ്ജ് ഉണ്ട്. ദെൻ ക്ലോസിംഗ് വെർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വെർട്ടെക്സിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡ്ജ് ഉണ്ട്. ഓക്കെ, സോ G is a Euler graph and all vertices are of even degree. ഇനി ഇതിൻ്റെ കോൺവേഴ്സ്. ഫസ്റ്റ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഒരു Euler ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ വേർട്ടിസസിൻ്റെ എല്ലാം ഡിഗ്രി ഈവൻ ആയിരിക്കും. ഇനി അതിൻ്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ് മീൻസ് വേർട്ടിസസിൻ്റെ എല്ലാം ഡിഗ്രി ഈവൻ ആണെങ്കിൽ ആ ഗ്രാഫ് Euler ഗ്രാഫാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ കോൺവേഴ്സ്ലി ലെറ്റ് us assume that each vertex of G has an even degree and G is connected. We need to show that G is Euler graph or Eulerian. Okay, so suppose നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൻ്റെ വേർട്ടിസസിൻ്റെ എല്ലാം ഡിഗ്രി ഈവൻ ആണ്, G കണക്റ്റഡ് ആണ്, G Euler ഗ്രാഫാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു വാക്ക് കൺസ്ട്രക്റ്റ് ചെയ്യും. വി ഹാവ് ടു കൺസ്ട്രക്റ്റ് എ വാക്ക് സ്റ്റാർട്ടിങ് അറ്റ് എനി ആർബിട്രറി വേർട്ടെക്സ് V. ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദെൻ ഗോയിങ് ത്രൂ എഡ്ജസ് 1 by 1 സച്ച് ദാറ്റ് നോ എഡ്ജ് ഈസ് റേസ്ഡ് മോർ ദാൻ വൺസ്. അപ്പോൾ ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ എഡ്ജിലൂടെ ഇങ്ങനെ പാസ് ചെയ്യണം. ഒരു എഡ്ജും മോർ ദാൻ വൺസ് ട്രേസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഹിയർ ഈസ് എ വേർട്ടെക്സ്. So we start from this vertex, arbitrary vertex, then moving towards each edge 1 by 1. Okay,
സോ ഓരോ എഡ്ജിലൂടെ നമ്മൾ പാസ് ചെയ്തു, ആ എഡ്ജസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ഫൈനലി ഈവൻ വേർട്ടെക്സ് ആണെന്ന് പറഞ്ഞു. ഈവൻ വേർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർട്ടെക്സിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈവൻ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അപ്പുറത്തെ സൈഡ് ഈവൻ വാല്യൂ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഡിഗ്രി 2 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പുറത്തെ ഡയറക്ഷനിലൂടെ തിരിച്ചിവിടെ എത്താൻ സാധിക്കും. കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാ വേർട്ടീസസിനും ഇടയ്ക്ക് ഒരു പാത്ത് കാണുമല്ലോ. സോ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പല പാത്തിലൂടെ മൂവ് ചെയ്ത് നമുക്ക് ഇപ്പുറത്തെ വേർട്ടെക്സിലൂടെ ഇവിടെ ഇപ്പുറത്തെ എഡ്ജിലൂടെ നമുക്കിവിടെ തിരിച്ചെത്താൻ പറ്റും. സോ നമ്മളിവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് ഫൈനലി ഇപ്പോൾ ഈ ഒരു എഡ്ജിലൂടെ ഇവിടെ തിരിച്ചെത്തി മീൻസ് അവിടെ ഒരു ക്ലോസ്ഡ് വാക്ക് അവിടെ ക്രിയേറ്റ് ആയി, അവിടെ ഒരു ഊള ലൈനും കൺസ്ട്രക്റ്റ് ആയി. എല്ലാ എഡ്ജസും നമ്മൾ ഒരു തവണ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. സോ ഹിയർ ഇഫ് ദ വേർട്ടെക്സ് ഈസ് ഓഫ് ഈവൻ ഡിഗ്രി ആൻഡ് ദ ഗ്രാഫ് ഈസ് കണക്റ്റഡ് വി ക്യാൻ ട്രേസ് ത്രൂ ഓൾ ദ എഡ്ജസ് ആൻഡ് ദ ജി ഈസ് എൻ ഊളർ ഗ്രാഫ്. മനസ്സിലായി? നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ട്, എല്ലാ വേർട്ടക്സിൻ്റെയും ഡിഗ്രി ഈവൻ ആണെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ ഒരു വേർട്ടെക്സിൽ നിന്ന് ട്രേസ് ഒരു പാത്ത് ഇങ്ങനെ ട്രേസ്, ദാറ്റ് മീൻസ് ഒരു വാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഡിഗ്രി ആയതുകൊണ്ട് ആ വേർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജ് വഴി നമുക്ക് എന്തായാലും വേറൊരു ഡയറക്ഷനിലൂടെ കണക്റ്റഡ് ആയതുകൊണ്ട് ഏതെങ്കിലും പാത്തിൽ കൂടെ ആ വേർട്ടെക്സിൻ്റെ നെക്സ്റ്റ് എഡ്ജ് വഴി നമുക്കവിടെ തിരിച്ചെത്താൻ പറ്റും. സ്റ്റാർട്ടിങ് വേർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യാനും പറ്റും. അവിടെ ഒരു ക്ലോസ്ഡ് വാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഊളർ ലൈൻ ഉണ്ട്. ദാറ്റ് മീൻസ് അതിവിടെ ഒരു ഊളർ ഗ്രാഫ് ആണ്. ഓക്കെ, ഇതാണ് തിയറം. സോ വി ഹാവ് എൻ ഊളർ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് എൻ ഊളർ ലൈൻ. ഊളർ ലൈനിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പം ഏത് വേർട്ടെക്സിൽ നമ്മൾ ടച്ച് ചെയ്താലും അല്ലെങ്കിൽ ഒരു വേർട്ടെക്സിൽ എത്ര തവണ ടച്ച് ചെയ്താലും ഒരു ടു ന്യൂ എഡ്ജസ് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കാണും. സോ ആ കേസിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു വേർട്ടെക്സിൽ ഒരു വട്ടം ടച്ച് ചെയ്യുമ്പോൾ 2 ന്യൂ എഡ്ജസ് കാണും. ആ വേർട്ടെക്സിൽ നമ്മൾ വീണ്ടും ടച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അവിടെ 2 ന്യൂ എഡ്ജസ് ആയിരിക്കും. സോ എൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു തവണ ടച്ച് ചെയ്യുകയാണെങ്കിൽ 2, 2 തവണ ടച്ച് ചെയ്യുകയാണെങ്കിൽ 4, 3 തവണ ടച്ച് ചെയ്യുകയാണെങ്കിൽ 6. അപ്പോൾ ഈവൻ ഡിഗ്രി ആയിരിക്കും ഓൾമോസ്റ്റ് എപ്പോഴും വരുന്നത്. സോ എല്ലാ വേർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ ആണ്. ദെൻ വേർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ ആണ്, കണക്റ്റഡും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് ഒരു ഡയറക്ഷനിലൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എഡ്ജസിലൂടെ 1 ടൈം മാത്രം ടച്ച് ചെയ്താൽ നമുക്ക് ഓപ്പോസിറ്റ് എഡ്ജിലൂടെ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ ഒരു ക്ലോസ്ഡ് വാക്ക് എക്സിസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ അതൊരു ഊളർ ഗ്രാഫും ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ തിയറം. താങ്ക് യു.